ചാർട്ടേഡ് അക്കൗണ്ടൻസി റിസൾട്ടുകൾ വന്നു. സാധാരണ പറയുന്നത് പോലെ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ റിസൾട്ടുകൾ എന്ന് വെവ്വേറെ പറയേണ്ടതില്ല. കാരണം ഇത്തവണ എല്ലാ റിസൾട്ടുകളും കൂടി ഒന്നിച്ചിട്ടാണ് വന്നത്. അതിൽ നിന്നും സാധാരണ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം 15 to 20% ആണ് കോമൺ ആയിട്ട് കുട്ടികൾ പാസ് ഔട്ട് ആയത്. ഫൗണ്ടേഷനിൽ നിന്നും ഇൻ്ററിലേക്കാണെങ്കിലും ഇൻ്ററിൽ നിന്നും ഫൈനലിലേക്കാണെങ്കിലും ഇനി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടാണെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 80%ഓളം കുട്ടികൾ ഇത് എഴുതി പാസ്സാവാൻ പറ്റാത്തവരാണ്. ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ വാക്കുകൾ ഞാനിവിടെ കടമെടുക്കുകയാണ്. ഡോണ്ട് ടേക്ക് സക്സസ് വിത്ത് യുവർ ബ്രെയിൻ, ടേക്ക് ഇറ്റ് വിത്ത് യുവർ ഹാർട്ട്. ഡോണ്ട് ടേക്ക് ഫെയിലിയർ വിത്ത് യുവർ ഹാർട്ട്, ടേക്ക് ഇറ്റ് വിത്ത് യുവർ ബ്രെയിൻ. സോ ഈ ഒരു വീഡിയോ എന്നുള്ളത് ഇത്തവണത്തെ റിസൾട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കുള്ളതാണ്. ആദ്യമായി പറയാനുള്ളത്, മുൻ വർഷങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ പാസ് പെർസെൻറ്റേജ് കുറവാണ്. മാത്രമല്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഫെയിലായ റിസൾട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ പാസ്സായ കുട്ടികളുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എഴുതിയ എല്ലാവരും പാസ്സാവുന്ന ഒരു എക്സാം അല്ല ഇത്. അത് തന്നെയാണ് ഈ കോഴ്സിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്ന ഒരു സത്യവും. അടുത്തതായിട്ട്, പഴയ സ്കീമുകൾ പോലെ ഒരു റിസൾട്ട് വന്നാൽ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ 3-4 മാസമോ നമുക്ക് കിട്ടുന്നില്ല. അടുത്ത CA ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ അറ്റംപ്റ്റ് വരുന്നത് സെപ്റ്റംബറിലാണ്. സോ ദർ ഈസ് നോ ടൈം ടു വേസ്റ്റ്. ഓൾവേസ് ഫോക്കസ് ഓൺ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ ഒരു കുട്ടി എന്ന നിലയിൽ യു ഹാവ് 2 ചോയ്സസ്. ഒന്നുകിൽ പാസ്സാവാൻ പറ്റിയില്ല എന്ന വിഷമം കൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളും അറ്റംപ്റ്റും വേസ്റ്റ് ആക്കാം. അതേസമയം ഓരോ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ഫസ്റ്റ് ടൈം എഴുതി പാസ്സാവുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഈ ഒരു എക്സാമിൽ പാസ്സാവുന്നത് റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. സോ അടുത്ത തവണത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വരാനിരിക്കുന്ന എക്സാം ഉറപ്പായിട്ടും നിങ്ങളുടേത് തന്നെ ആയിരിക്കും. അവസാനമായിട്ട് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇറ്റ്സ് നോട്ട് എ റിസൾട്ട് ഓഫ് യുവർ ലൈഫ്, ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ജസ്റ്റ് എൻ എക്സാം. ഈ റിസൾട്ടുകൾ അടുത്ത തവണത്തേക്ക് എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ളിടത്താണ് നിങ്ങളുടെ സക്സസ്. മാത്രമല്ല, CA ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ലോങ് ജേണി. ആ ജേണിയിൽ കാലിടറിയാലും അടുത്ത തവണ സക്സസ് ആകുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. എല്ലായ്പ്പോഴും പോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ മാക്സിമം സപ്പോർട്ടുമായിട്ട് Xylem നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ റീസ്റ്റാർട്ട് യുവർ ജേണി ആൻഡ് ബി ദ വിന്നേഴ്സ് ഓഫ് ടുമോറോ. ഓൾ ദ വെരി ബെസ്റ്റ്.